നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദർശൻ ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോക ഭൗമദിനമാണ്. ഈ വർഷത്തെ ഭൗമദിനത്തിൻ്റെ സന്ദേശം ഭൂമിക്കായി മരങ്ങൾ എന്ന സന്ദേശമാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള സന്ദേശമാണ്. മരങ്ങളാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ എന്ന ശ്രീബുദ്ധൻ്റെ വചനമാണ് ഈ തരുണത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ചാകട്ടെ ഇപ്പോൾ വേനലിക്ക് വളരെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മരങ്ങൾ എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായി വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കേരള കാർഷിക സർവകലാശാലയിലെ എക്സ്റ്റൻഷൻ വിഭാഗത്തിലായിരുന്ന പിന്നീട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്ക് മാറിയ മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രഞ്ജൻ എസ് കരുപ്പായാണ്. സ്വാഗതം സർ. ഈ ഒരു വിഷയം ഭൂമിക്കായി മരങ്ങൾ എന്ന വിഷയം കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പ്രസക്തമാണ് ഈ ഭൗമദിനം ആചരിക്കുന്നതും ഇന്നത്തെ വിഷയവും. ഇപ്പോൾ കേരളത്തെ പറ്റി ഓർത്തു നോക്കുക. വയലാറാണ് പാടിയത്, ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മം കൂടി വേണമെന്ന് പാടിപ്പോയത്. പക്ഷേ ഇപ്പോൾ വന്നു കാര്യങ്ങൾ ഭൂമിക്കൊരു ചരമഗീതം എഴുതുന്നതിലേക്ക് കവിഭാവന എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രത്യേകിച്ച് സമീപകാലത്ത് കേരളത്തിലുണ്ടായ പ്രവർത്തനങ്ങൾ നമ്മളടക്കമുള്ള ഒരു ജീവിത രീതി, ഈ പരിസരത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചരമഗീതം തന്നെ എഴുതിപ്പോവും ആരായാലും. അതിപ്പോൾ ONV സാർ മാത്രമല്ല, ആരുടെയും മനസ്സിൽ വരുന്നൊരു ഓടിയെത്തുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് പറയല്ല, പക്ഷേ എത്രമാത്രം മാറ്റമാണ് നമ്മുടെ പ്രകൃതിയിലുണ്ടായിട്ടുള്ളത്. മറുനാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ഒരു സഞ്ചാരം നടത്തി പോകുന്ന ഒരാൾ വീണ്ടും എത്രയും വേഗം തിരിച്ച് കേരളത്തിലേക്ക് ഒന്നുകൂടി വരാൻ കൊതിച്ചു പോകുന്ന രീതിയിൽ 44 പുഴകളും എവിടെ നോക്കിയാലും ഹരിതാഭമായ ഒരു ഭൂപ്രകൃതിയും പച്ചപ്പാകുന്ന ഭൂപ്രകൃതിയും എവിടെയും കായലും 600 കിലോമീറ്ററോളമുള്ള കടൽ തീരവും ഒക്കെയുള്ള ഈ മനോഹര ഭൂമിയിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് വന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കൊടും ചൂടാണെന്ന് ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ മരം എന്നുള്ള മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പണ്ട് ഒരു വീട്ടുവളപ്പിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങളില്ലാത്ത ഒരു വീടുകളുള്ള അപൂർവമായിരുന്നു. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് കോൺക്രീറ്റ് നികത്തി മരങ്ങളുമായിട്ടൊരു പച്ചപ്പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ആ ഒരു മാറ്റം എങ്ങനെയാണ് ഇത്ര ദൃഢഗതി സംഭവിച്ചത്? ഇതിന് എനിക്ക് തോന്നുന്നത് ഒരു 2-3 കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, നമ്മുടെ ഒരു ത്വരയുണ്ടല്ലോ. ഇതൊരു വലിയ കോൺക്രീറ്റ് വനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ ആകെ ഒരൊറ്റ നഗരമാക്കി, ഒരു നഗരം, കേരളം എന്നത് ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുവഴി കൊച്ചു കൊച്ചു നഗരങ്ങൾ കൂട്ടിച്ചേർന്ന് വലിയൊരു നഗരമായി, ഒറ്റ നഗരമായി മാറുകയാണ് കേരളം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്രീറ്റ് വനങ്ങൾ എല്ലായിടത്തും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായ മരങ്ങളൊക്കെ വെട്ടി നീക്കിയിട്ടാണ് ഓരോ വീടുകൾ പോലും ഓരോ ആളുകൾ പണിയുന്നത്. അത് ആദ്യം മഴു വയ്ക്കുന്നത് മരത്തിലാണ്. മരം വെട്ടി വൃത്തിയാക്കി വെടിപ്പാക്കി. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ യാദൃശ്യമായിട്ട് വായിച്ചൊരു ഒരു ചൊല്ല്, ആരും മഹാന്മാർ പറഞ്ഞതല്ല, ഏതൊരു സുഹൃത്ത് വാട്സാപ്പ് മെസ്സേജിൽ അയച്ചതാണെന്ന് തോന്നുന്നു. അതായത് മരങ്ങൾ വെട്ടി ഒരു വീട് പണിതു, മാവ് വെട്ടി മരങ്ങൾ വെട്ടി, എന്നിട്ട് ഒരു AC ഫിറ്റ് ചെയ്തു മുറിയിൽ തണുപ്പ് ചൂട് സഹിക്കാതായപ്പോൾ ഒരു എയർ കണ്ടീഷണർ കൊണ്ടുവന്ന് വച്ചു എന്ന് ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് പറയുക. അപ്പോൾ കേരളത്തിലുണ്ടായ മാറ്റം, ഇത്രയും സുഖകരമായി ജീവിക്കാൻ പറ്റുമായിരുന്നു, സമ്പൽ സമൃദ്ധമല്ലെങ്കിലും സുഖമായി പറമ്പിലും വീടിനകത്തും കിടന്നുറങ്ങാനും നടക്കാനും ഇരിക്കാനും സമയം ചെലവഴിക്കാനും കഴിഞ്ഞിരുന്ന സാഹചര്യം മാറി. തീർച്ചയായിട്ടും എയർ കണ്ടീഷണർ ഇല്ലെങ്കിൽ സ്വന്തം വീടിനകത്ത് കിടന്നുറങ്ങാൻ. ഈ പറഞ്ഞ സാറ് പറഞ്ഞതിൻ്റെ മറുവശം, ഇപ്പോൾ ചൈനയെ പോലെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഒരിപ്പം ചെയ്യുന്ന ഒരു തന്ത്രം നഗരങ്ങളെ ഗ്രാമങ്ങൾ കൊണ്ട് പൊതിയുക. ഒരു വലിയ നഗരമായിക്കോട്ടെ, പക്ഷേ ചുറ്റുപാട് ഗ്രാമങ്ങൾ കൊണ്ട് നഗരത്തെ പൊതിയുക. അപ്പോൾ ആ പച്ചപ്പത്തിൻ്റെ ഗുണം നഗരത്തിന് കിട്ടുക, ആ പച്ചപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ നഗരത്തിന് ആസ്വദിക്കാൻ കഴിയുക. അപ്പം അങ്ങനെ ഒരു സംസ്കാരവും വളർന്നു വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നല്ലേ? ഇത്തരം സംസ്കാരത്തിലേക്ക് തിരിച്ചുപോക്കല്ല, ശരിക്ക് മുൻകൂട്ടി അറിഞ്ഞു പോവുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഇന്നലെയോ മിനിയാന്നോ 2 ദിവസത്തിനകത്താണെന്ന് എൻ്റെ ഓർമ്മ. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു,
ഒരു പ്രായമായൊരു സ്ത്രീ അവരുടെ ഓരോ മക്കളുടെയും ജന്മദിനത്തിന് ഓരോ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു അവർക്ക് കൊടുക്കാവുന്നൊരു സമ്മാനമാണ്. അതറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഒരു ജന്മനും ഒരു 5 മക്കളുണ്ടെങ്കിൽ, പഴയ കാലത്തുള്ളൊരു പ്രായമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഓരോ മക്കളുടെയും ജന്മദിനത്തിന് ഓരോ മരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ ഒരു പുത്രൻ്റെയോ പുത്രിയുടെയോ പേരിൽ തന്നെ അത് അവർക്കൊരു വൈകാരികമായൊരു ബന്ധം കൂടി ഉണ്ടാവും. എൻ്റെ പിറന്നാളിന് വെച്ച മരത്തിനെ ഉണങ്ങിപ്പോകാൻ സംരക്ഷിക്കാനുള്ള ബന്ധം. 2-3 കുട്ടികളുണ്ടെങ്കിൽ പറമ്പിൽ സ്ഥലമില്ലെങ്കിൽ നിവൃത്തിയില്ല. പക്ഷേ സ്ഥലമുള്ളവർക്ക് ഏതെങ്കിലും ഒരു വൻവൃക്ഷമല്ലെങ്കിലും ഒരു വിഷയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് പൊതുവെ പറ്റുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു മരം നമ്മൾ വളരെ പരിമിതമായ സ്ഥലത്തുള്ള ഒരാൾ ഒരു മരം വയ്ക്കും. അപ്പോൾ ആ മരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? തീർച്ചയായിട്ടും. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വേനലിൽ ഇലവഴിക്കുന്ന ഒരു വൃക്ഷമായിരിക്കും വീട്ടുള്ളത് കൊണ്ട് നടുന്നത്. അപ്പോഴത് നട്ടിട്ട് വേനലാകുമ്പോൾ ഇല കംപ്ലീറ്റ് പോയി ചൂട്. അത് ആ ഒരു ഉദ്ദേശഫലം. ഒരു സെക്കൻഡ് ഒരു കാളിന് ശേഷം തിരിച്ചു വരാം. കാൾ വരും. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ ഹലോ ഹലോ, ആരാണ്? പേര് പറയാമോ? സാർ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കുറ്റിച്ചെന്ന് ദിലീപാണ്. ദിലീപ്, ചോദിച്ചോളൂ. സാർ, എനിക്കൊരു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ളതാണ് എൻവയറൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതെ അതെ. അപ്പം എനിക്കൊരു സംശയം ഇതാണ്. നമ്മളുടെ ഒരു കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടവും തൊട്ട് വീതി കുറഞ്ഞ കുറച്ച് പ്രദേശം പിന്നെ കടലുമാണ്. അതെ. അപ്പം എന്നിട്ടും നമുക്കിവിടെ ഇത്രയും ഉഷ്ണവും ചൂടും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, നമുക്കിവിടെ നന്നായിട്ട് മഴ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മുമ്പത്തെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ വരൾച്ചയും മഴക്കാലത്ത് വെള്ളപ്പൊക്കവും ഉണ്ടാവുന്നു. പക്ഷെ ഇതിന് എല്ലാത്തിനും കൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂലേ സാർ? അല്ല, അതായത് മനസ്സിലായി. ഒരു സൈഡിൽ വരൾച്ച, മറു സൈഡിൽ വെള്ളത്തിന്റെ പൊക്കം ഉണ്ടാകുന്നു. ചെയ്യുന്ന ഒരു സംവിധാനം അതാണ് നമ്മളെ സാർ പറയണം സാർ. ദിലീപ് പറഞ്ഞത് ശരിയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. 3000-ലധികം മില്ലിമീറ്റർ മഴ. അതെ, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം, ഏറ്റവും അധികം പുഴകളുള്ള സംസ്ഥാനം. ദിലീപ് പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായൊരു തീരപ്രദേശം, 600 കിലോമീറ്റർ ഉള്ള തീരം അങ്ങ് കിഴക്ക് മാറി പശ്ചിമഘട്ടം മലനിരകളാണ്, തണുപ്പുള്ള മലനിരകൾ. ഇതിനിടയ്ക്ക് കിടന്ന് മലയാളികൾ, അല്ല മലയാളി എന്ന് പറഞ്ഞില്ലെങ്കിലും ഭാഷയല്ല പ്രശ്നം, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇടയ്ക്ക് വെയിലത്ത് കിടന്ന് പൊരിയുക, അല്ലെങ്കിൽ ചൂടിൽ വറചട്ടിയിലിട്ട പോലെ ജീവിക്കുക. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. ഇതിന് പരിഹാരം എന്ന് വെച്ചിട്ട് നമ്മളൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ല. നമ്മൾ നെൽപ്പാടങ്ങൾ, നീർത്തടങ്ങൾ, തണ്ണീർത്തടങ്ങളൊക്കെ ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു ഘടകം കൂടിയാണ്. ദിലീപിന് കൃത്യം കണക്കറിയുമെന്നറിയില്ല. ഒരു 30 വർഷത്തിന് മുമ്പ് നമുക്ക് 8 ലക്ഷത്തിലധികം ഹെക്ടർ നെൽപ്പാടങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കേരളത്തിൽ ഔദ്യോഗിക കണക്കല്ല, പക്ഷേ പ്രസിദ്ധീകരിക്കാത്ത കണക്കുകൾ പറയുന്നത് 1 ലക്ഷത്തിനടുത്ത് മാത്രമേ നെൽപ്പാടങ്ങളുള്ളൂ. ബാക്കിയെല്ലാം നിരപ്പാക്കിയില്ലേ നമ്മൾ. അപ്പോൾ വെള്ളം വീണാൽ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കടലിലേക്ക് പെട്ടെന്ന് ഒഴുകി 1.5-2 മണിക്കൂർ കൊണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഈ അറബിക്കടലിലേക്ക് എത്താൻ ഏകദേശം ഒരു 100 കിലോമീറ്റർ വീതിയുള്ള, ദിലീപ് തന്നെ പറഞ്ഞ ഒരു മരച്ചീനിക്കിഴങ്ങിൻ്റെ ആകൃതിയുള്ള ഭൂപ്രകൃതി. അത്രയും കൊണ്ട് വെള്ളം മുഴുവൻ ഒഴുകിപ്പോവും. വെള്ളം തങ്ങി നിൽക്കുന്നില്ല, കിണറുകൾ വറ്റുന്നു, കുടിവെള്ളം ഇല്ലാതാവുന്നു. ഇപ്പോൾ ടാങ്കർ ലോറി വന്നില്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയായി. നമ്മൾ കേൾക്കുന്നില്ല ദിവസേന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ കുടിവെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെ എത്തി? പണ്ട് കിണറുകളിൽ നിന്ന് നല്ല സുഖമായിട്ട് കോരിക്കുടിക്കാൻ വെള്ളമുണ്ടായിരുന്ന, വെള്ളം കോരിക്കുടിച്ച് ജീവിച്ചിരുന്ന കേരളീയർക്ക് ഇന്ന് കോരാനില്ല. പൈപ്പിലൂടെ വരുന്ന വെള്ളം, ടാങ്കർ ലോറിയുടെ വരുന്ന വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ എത്തി. ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. കുറച്ച് കാലമെടുക്കും ഇതെല്ലാം നമുക്ക് നല്ലൊരു റിപ്പയർ ചെയ്യണമെങ്കിൽ, ഈ കാലാവസ്ഥ മാറണമെങ്കിൽ. അതാണ് ഇന്നത്തെ ഭൗമദിനത്തിൻ്റെ സന്ദേശം. മരങ്ങൾ വേണം, വൃക്ഷങ്ങൾ വേണം, നീർച്ചാലുകൾ വേണം, വെള്ളം താഴ്ന്നിറങ്ങാനുള്ള നീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് കൃഷിഭൂമിയേക്കാൾ വിലപിടിപ്പുള്ളതാണ് നീർത്തടങ്ങൾ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് കഷ്ടം. ഇപ്പോൾ വിളിച്ചാൽ വെള്ളം നന്ദി സാർ. നമ്മളെ വിഷയത്തിൽ തിരിച്ചു വരുമ്പോൾ ഈ മരങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അതിൽ പ്രത്യേകിച്ചും പലപ്പോഴും പറ്റുന്നത്
വഴിയോരങ്ങളിലെല്ലാം വയ്ക്കുന്ന മരങ്ങൾ നാടൻ മരങ്ങൾക്ക് പകരം അത് മുമ്പ് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ ഭാഗമാണ്. നാടൻ മരങ്ങൾ വച്ചാൽ ഇപ്പം തന്നെ ഞാൻ ഇടയ്ക്കൊരു റിപ്പോർട്ട് വായിച്ചത് ഈ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ച് കാർബണായിട്ട് സംഭരിക്കാനുള്ള ആ ശേഷി ഏറ്റവും കൂടുതലുള്ള മരങ്ങളിലൊന്ന് പുളിയാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത്തരം മരങ്ങൾ നമ്മുടെ അജണ്ടയുടെ ഭാഗമാകുന്നില്ല? നമ്മൾ പലപ്പോഴും വർഷങ്ങളായിട്ട് ഈ എല്ലാ വർഷവും വനവൽക്കരണ വാരം അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ നീണ്ടുനിൽക്കുന്ന ഇത് ആചരിച്ചു വരുന്നുണ്ട് കേരളത്തിൽ. അത് വനം വകുപ്പും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ വന്ന വിമർശനം കേരളത്തിൻ്റെ തനത് മരങ്ങളെ മറന്നിട്ട് നമ്മൾ ഈ വച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ ഒന്നിവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കേരളീയ ഈ പുളി പോലെ അല്ലെങ്കിൽ അതിന് പകരം എക്കണോമിക് വാല്യൂ സാമ്പത്തിക മൂല്യം ഉള്ള മരങ്ങൾ അക്കേഷ്യ വരെ അത് മാഞ്ചിയം അക്കേഷ്യക്ക് ഒരു തരംഗമായിട്ട് വന്നത് പെട്ടെന്ന് തടി വളരുന്നു, അതിന് വരുമാനം ഉണ്ടാക്കുന്നു. അതല്ല ശരിക്ക് നമ്മുടെ നാടിന്റെ തനത് നല്ല ഉയരത്തിൽ വളർന്ന വൃക്ഷങ്ങൾ, നല്ല ഗർത്തുള്ള അല്ലെങ്കിൽ നല്ല വണ്ണത്തിൽ വളർന്ന വൃക്ഷങ്ങൾ. പിന്നെ താങ്കൾ ചോദിച്ചത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശേഖരണം, അതും ശാസ്ത്രീയമായിട്ട് നമുക്കറിയാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനുള്ള നല്ലൊരു ഉപാധി കൂടിയാണ്. അതായത് പ്രാണവായു ഉണ്ടാക്കാൻ, ഓക്സിജൻ ഉണ്ടാക്കാൻ ആ പരിസരത്ത് ഉണ്ടാവണമെങ്കിൽ അത് ചെടികള് മരങ്ങളുമാണ് നല്ലൊരു ധർമ്മം. അത് കാർബോഹൈഡ്രേറ്റ് ആഹാര വസ്തുവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം നമ്മുടെ മറ്റു ബോധവൽക്കരണ പരിപാടികളിൽ ഇത്തരം കാര്യങ്ങളുടെ ബോധവൽക്കരണം ഇനിയും വേണ്ട. പുള്ളി പോലുള്ള പുള്ളി, നീർമരുത്, ഇല, തീർച്ചയായിട്ടും വേപ്പ്, അതുപോലെയുള്ള തീർച്ചയായിട്ടും മരങ്ങൾ. അതുപോലെ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അന്തരീക്ഷ മലിനീകരണം. ഇപ്പം വഴിയോരങ്ങളിൽ നടന്ന മരങ്ങളുണ്ടല്ലോ, മലിനീകരണം തടയാൻ പറ്റിയ മരങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ? അതെ, നമുക്ക് തീർച്ചയായിട്ടും മലിനീകരണം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ ഫോളിയേജ്, അതിന് ഏറ്റവും കൂടുതൽ ഇലകൾ, കടും പച്ച നിറമുള്ള ക്ലോറോഫിൽ കണ്ടന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലകൾ നിൽക്കുന്ന ഈ താഴെ വീണ് വേനൽക്കാലത്തൊക്കെ കൊഴിഞ്ഞു പോകാതെ നിൽക്കുന്ന തരത്തിലുള്ള മരങ്ങൾ, നിത്യഹരിത വൃക്ഷങ്ങൾ എപ്പോഴും അന്തരീക്ഷ മലിനീകരണം തടയാൻ സഹായിക്കുന്നതാണ്. അതാണ് അത് ഏത് വൃക്ഷം എന്നുള്ളതിന്റെ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു മരമല്ല പറയുന്നത്, ക്വാളിറ്റി. ഇത്തരം ലക്ഷണങ്ങളാണ് തീർച്ചയായിട്ടും. അതുപോലെ ഈ പൊടി മലിനീകരണം വലിയ തോതിൽ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള മരങ്ങൾ ഈ കൂടുതൽ ഇലയുടെ ബിസത് കൂടുതലുള്ള മരങ്ങൾ, അതിന്റെ ചുറ്റും കൂടുതൽ അഡ്ജസ്റ്റ് ഉള്ളത്, രോമങ്ങളുള്ള മരങ്ങൾ. അതെ, അത്തരം അത് പൊടി അതുപോലെ തന്നെ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും കാർബൺ മോണോക്സൈഡ് ആയാലും മറ്റു മലിന തരത്തിലുള്ള വാതകങ്ങൾ ആഗിരണം ചെയ്യാനും സഹായിക്കുന്നതാണ് നമ്മുടെ അറിവ് ഇതുവരെയുള്ളത്. ഇത് നമ്മൾ ഈ കൃഷിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ കാർഷിക വനവൽക്കരണം, അതെ, അങ്ങനെ ഒരു ആശയം ഉണ്ടല്ലോ. കേരളത്തിൽ പരിമിതമായ സ്ഥലത്തിന്റെ പരിമിതികൾ ഉണ്ടെങ്കിലും എത്രത്തോളം അത് പ്രസക്തമാണെന്ന് പറയാൻ പറ്റും? തീർച്ചയായും അത് പ്രത്യേകിച്ചിപ്പോൾ ജൈവ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജൈവ കൃഷി രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന രാസവളവും കീടനാശിനിയൊക്കെ ഒഴിവാക്കിയിട്ടില്ല. അവിടെ ഏറ്റവും പ്രസക്തമാണ് ഈ കാർഷിക വനവൽക്കരണം. കാരണം ഒരു കാലത്ത് ഒരു പക്ഷേ നമ്മളിലേക്ക് കുറച്ചൊരു ദശാബ്ദങ്ങൾക്ക് മുമ്പ്, ഒരു 40-50 വർഷത്തിന് മുമ്പൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എവിടെ വയലുകളുണ്ടോ അവിടെയൊക്കെ തോല് എന്നുള്ള രൂപത്തിൽ, അങ്ങനെയാണ് നാട്ടിൽ പാലക്കാട് തൃശ്ശൂരൊക്കെ വിളിക്കുന്നത് തോല് എന്നാണ്, തോലരിഞ്ഞിടാൻ പറ്റിയ ധാരാളം ഇലകളുള്ള വട്ട, ഉങ്ങ് അതുപോലുള്ള മരങ്ങൾ ധാരാളം വേലി ഇറമ്പുകളിലും വേലിക്ക് അതിർത്തികളിലൊക്കെ ധാരാളം വെച്ച് പിടിപ്പിച്ചിരുന്നു. എല്ലാ വർഷവും കൃത്യമായി അത് ഉഴുത് ചേർക്കുമായിരുന്നു. ഇപ്പം അതില്ല, അത്തരം മരങ്ങളില്ലാതായി, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് ജൈവവളം ചേർക്കുന്ന ഏർപ്പാടില്ല. അതുകൊണ്ട് മണ്ണ് നശിക്കുന്നു, ഭൂമി തന്നെ ചരമഗീതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൃഷിയെ ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായിട്ട്, പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള രാസവളമൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് ഈ ജൈവാംശം കൂടുതൽ ചേർക്കാൻ പറ്റാത്തതും മരങ്ങളിലെ പോരായികൾ, പറമ്പുകളിൽ, വളപ്പുകളിലൊക്കെ അത് വെച്ചെടുപ്പിക്കുന്ന ശീലമില്ലായ്മയൊക്കെയാണ്. അതിന് ഇത്തരം ഏറ്റവും കൂടുതൽ ഇലകളുള്ള ഈ പച്ചില വളങ്ങൾക്ക് പറ്റിയ ധാരാളം മരങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഈ തെങ്ങ് പോലുള്ള വിളകൾ, തെങ്ങിന് നമ്മളിപ്പോൾ അത് ലാഭം മാത്രം എടുക്കാതെ തെങ്ങ് നൽകുന്ന പാരിസ്ഥിതിക സേവനം നമ്മൾ എത്രത്തോളം കണക്കിലെടുക്കും? തീർച്ചയായിട്ടും തെങ്ങ് കേരളത്തിന്റെ തനത് വൃക്ഷമാണ്. എവിടെ കേരളത്തിലേക്ക് കടന്നു എന്ന് ഒരു ട്രെയിനിൽ വരുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതിന് നിറയെ തെങ്ങ് കാണുമ്പോൾ, അപ്പോൾ
ഈ തെങ്ങ് കേരളത്തിന്റെ ഇവ തെങ്ങ് മാത്രം എടുത്ത് കഴിഞ്ഞാൽ എത്ര ടൺ കാർബൺ ആയിരിക്കും സംഭരിച്ചിട്ടുണ്ട് അല്ലെ? വലിയ തോതിലുള്ള ഒരു കാർബൺ സംഭരണം. കേരളത്തില് നമ്മൾ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മാനങ്ങൾ വേറെയാണ്. വേറെ തലത്തിൽ മറ്റു തലത്തിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിലുള്ള എല്ലാ ഭാഗം ഉപയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷേ തെങ്ങ് തരുന്ന പാരിസ്ഥിതിക സേവനം വച്ചു നോക്കിയാൽ കേരളം ഈ കേരളം ഇത്രയെങ്കിലും മനോഹരമായി നിലനിൽക്കുന്നത് ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും തെങ്ങുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിന് നാളികേരത്തിന് വില കുറഞ്ഞെന്നോ അല്ലെങ്കിൽ മണ്ടരി ബാധ വന്നു അല്ലെങ്കിൽ രോഗബാധ വന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഈ പച്ചപ്പാർന്ന് എവിടെയും ചെറുകാട്ടി നിൽക്കുന്ന ഭൂമിക്കുള്ള തൊപ്പിക്കുടകളാണ്. നല്ല തൊപ്പിക്കുടയും മനോഹാരിത നൽകുന്ന ഒരു വൃക്ഷം കൂടി. ഒരു പരിധിയുടെ റബ്ബറിനെ കുറിച്ചും അങ്ങനെ പറയേണ്ടി വരും. റബ്ബറിനെ കുറിച്ച് ആ രീതി പറയുമെങ്കിൽ റബ്ബറിന്റെ എക്കോളജിക്കലായിട്ട്, അതായത് അതിന്റെ പാരിസ്ഥിതികമായിട്ട് അതുണ്ടാക്കിയുള്ള നാശങ്ങളെ പറ്റി തന്നെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. കാർബൺ സംഭരണി തീർച്ചയായിട്ടും ഒരു വനത്തിന്റെ ഒരു വേറൊരു പ്രതീതി. നമ്മളൊരു ആകാശത്ത് അല്ലെങ്കിൽ ഒരു വിമാനയാത്രയിൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പാർന്ന കേരളത്തിന് കിഴക്കൻ ഭാഗത്ത് മുഴുവൻ റബ്ബർ വനങ്ങളാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഏറ്റവും കൂടുതൽ ധാരാളം അതിൽ സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ പാരിസ്ഥിതികമായിട്ടൊരു മൂല്യമുണ്ട്, പക്ഷേ പാരിസ്ഥിതികമായിട്ട് ദോഷങ്ങളും റബ്ബറിനുണ്ട് എന്നുള്ളത് ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ മണ്ണും ഒരു കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചു വയ്ക്കുന്നു, കാർബൺ സംഭരിക്കുന്നു. അതുപോലെ മറ്റു രീതിയിലുള്ള നമ്മുടെ ഈ ഭൂഗർഭജലത്തിന്റെ ശോഷണം തടയുന്നു. ആ രീതിയിൽ അപ്പോൾ എങ്ങനെ മണ്ണിനെ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം? മണ്ണും ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ മരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണെന്ന് നമുക്ക് കേരളത്തിൽ നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിലുള്ളത്. അതിന് പുനർജീവൻ നൽകാൻ ത്തിന് വേണ്ടി നൽകാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പം നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരങ്ങൾ ഉണ്ടായിരുന്ന നമ്മൾ മരങ്ങളിലാണല്ലോ തുടങ്ങിയത്. മരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഇലകൾ ചീഞ്ഞ് ചേരുമ്പോഴാണ് ജൈവാംശം മണ്ണിന് കൂടുതൽ കിട്ടുക. ജൈവാംശമാണ് മണ്ണിന്റെ ജീവൻ നിലനിർത്തുന്നത്. മണ്ണിൽ കോടാനുകൂടി ഈ സൂക്ഷ്മജീവികൾ വളരുന്നതും അതിലെ ജൈവാംശം കൂടുന്നുണ്ട്. അപ്പോൾ മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ ഇത്തരം മരങ്ങളുടെയും പച്ചപ്പിന്റെയും ആവശ്യമുണ്ടെന്നും മണ്ണിന്റെ ജീവൻ മനുഷ്യന് അവന്റെ ജീവിതം നിലനിൽക്കണമെങ്കിലും. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഇന്നത്തെ ഈ വിഷയത്തിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി, മുൻ പ്രൊഫസർ ആൻഡ് ഹെഡ്, കൃഷി വിജ്ഞാന കേന്ദ്രം, തൃശ്ശൂർ. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 965618282 9656182842. ഈ ഒരു ഭൗമദിനത്തിൽ നമ്മുടെ ഈ ഒരു ചർച്ചകൾക്കും അതിനൊപ്പം പ്രചരണങ്ങൾക്കും അപ്പുറം ശരിക്കും ഈ വിഷയത്തിന് ഇപ്പം മരങ്ങൾ ഭൂമിക്കെന്നുള്ള വിഷയത്തിനെ ഗൗരവമായി സമീപിക്കുകയും നമ്മുടെ എല്ലാ വീടുകളിൽ നിത്യേർത്ത വൃക്ഷങ്ങളോ നമുക്ക് പറ്റിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള പ്രവർത്തനം എല്ലാവരും കൈക്കൊള്ളേണ്ടതാണ്. എന്നാൽ മാത്രം ഈ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥതലം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇതിൽ വിളിച്ച എല്ലാവർക്കും നന്ദി. മറ്റു വിഷയമായി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.